ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാധികയും വരുണും ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. വരുണിന് നന്നായി തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് രാധികയും അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. വരുണിന് ഭക്ഷണം വാരി കഴിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ രാധികയാണ് ഭക്ഷണം വരുണിന് വാരി കൊടുക്കുന്നത്. കുറച്ച് കൊടുത്തപ്പോൾ ഇനി കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട്, താൻ വാരി തന്നതല്ലേ, പിന്നെ എൻ്റെ അസുഖം മാറാതിരിക്കുമോ എന്ന്. ഇനി തനിച്ച് കഴിക്കുന്ന രാധിക പറയുമ്പോൾ വീണ്ടും വിറയിലുള്ളതുപോലെ വരുൺ അഭിനയിക്കുന്നു. അങ്ങനെ രാധിക തന്നെ വീണ്ടും വരുണിന് ഭക്ഷണം വാരിക്കൊടുത്തു. അതിനിടയിൽ വരുൺ രാധികയുടെ കയ്യിലൊന്ന് കടിച്ചു. ദേഷ്യത്തോടെ രാധിക വരുണിനെ നോക്കി. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണമെന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, പറഞ്ഞ് കഴിപ്പിക്കണമെന്ന്. രാധിക വീണ്ടും പറയുന്നു, ഭാര്യയോട് പറയണമെന്ന്. എന്തിനാ പറയുന്നത്, ഭാര്യയ്ക്ക് കൊണ്ടുതരാലോ എന്ന് വരുൺ പറയുമ്പോൾ പെട്ടെന്ന് കഴിച്ചു തീർക്ക്, പോകണമെന്ന് രാധിക. അസുഖമാണെങ്കിലും ഒന്നിച്ചിരിക്കാൻ പോലും കഴിഞ്ഞല്ലോ എന്നൊക്കെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എനിക്ക് പേടിച്ച് ഇവിടെ ഇരിക്കാൻ പോലും കഴിയുന്നില്ല, ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകും കേട്ടോ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു, അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾക്ക് വഴിയിലിട്ടിട്ട് പോകാൻ സാധിക്കില്ല അല്ലേ. ഇപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ മറ്റു 2 പേർ വന്നിരിക്കുകയാണ്. അവർ വരുണിനെ പരിചയമുള്ളവർ തന്നെയാണ്. വരുണിനോടും രാധികയോടും സംസാരിക്കുന്നു. കല്യാണത്തിന് വരാൻ സാധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വരുണിൻ്റെ ഭാര്യ രാധികയാണ് എന്ന് വിചാരിച്ച് രാധികയോട് സംസാരിക്കുകയാണ് അവർ. പത്മിനിയെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, വരുണിൻ്റെ ഭാര്യയെ കാണാൻ നല്ല സുന്ദരിയാണെന്ന്, നല്ല അടക്കവും ഒതുക്കവുമുള്ള കുട്ടിയാണെന്ന്. സത്യമാണ്, കണ്ടാൽ തന്നെ പറയുമെന്നൊക്കെ പറയുമ്പോൾ വരുൺ സന്തോഷത്തോടെ രാധികയെ നോക്കുന്നു. വരുൺ, ഈ വിവാഹം എന്ന് പറയുന്നത് ലോട്ടറി പോലെയാണ്. ഒരാളെ ഒത്തുകിട്ടിയാൽ അത് ദൈവത്തിൻ്റെ സമ്മാനമെന്നേ പറയാൻ സാധിക്കൂ. നിങ്ങൾ 2 പേരും പെർഫെക്റ്റ് ജോഡികളാണ്. കാണുന്ന എല്ലാ പെൺകുട്ടികളിലും എന്തെങ്കിലും തകരാർ കണ്ടുപിടിക്കുന്ന ആളാണ് ശേഖർ. കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും കണ്ടുപിടിച്ചില്ല എന്ന് ആ സ്ത്രീ പറയുന്നു. അങ്കിളും ആൻറ്റിയും എപ്പോഴാണ് കണിമംഗലത്ത് വരുന്നത് എന്ന് വരുൺ ചോദിക്കുന്നു. വരണം, 1-2 പ്രോപ്പർട്ടീസിൻ്റെ രജിസ്ട്രേഷൻസ് ഉണ്ട്. അറിയാലോ ഗവൺമെൻറ്റിൻ്റെ കാര്യം. എന്തായാലും പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിരിക്കും എന്ന് അയാൾ പറഞ്ഞു. ഇവരെ കണ്ട സന്തോഷത്തിന് നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ശേഖർ പറയുന്നു. അങ്ങനെ ഇപ്പോൾ 4 പേരും ഒരുമിച്ച് ഒരു സെൽഫി എടുക്കുന്നു. പക്ഷേ എടുക്കാൻ തുടങ്ങുമ്പോൾ രാധിക അല്പം മാറി നിൽക്കുകയാണ്. എന്താ കുട്ടി, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ആ സ്ത്രീ ജയ രാധികയെ പിടിച്ചവിടെ നിർത്തുന്നുണ്ട്. അവരെ ഒന്നിച്ച് നിർത്ത് എന്ന് ശേഖർ പറയുന്നു. അങ്ങനെ വരുണും രാധികയും ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. വരുൺ രാധികയുടെ തോളിൽ പിടിച്ചിങ്ങനെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അവർ സെൽഫി എടുക്കുകയും ചെയ്തു. ഞങ്ങൾ ഇറങ്ങട്ടെ, ഒരു സ്ഥലത്ത് എത്താനുള്ള സമയമായി, പുതുമോടിയല്ലേ, നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. അവർ പോയതിനു ശേഷം രാധിക വരുണിനോട് പറയുന്നു, അവരോട് എന്താ പറയാതിരുന്നത്, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന്. സത്യമല്ലേ അവർ പറഞ്ഞത്, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്ന് വരുൺ. അവരിനി ആരോടെങ്കിലും പോയി പറഞ്ഞാലോ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു, അവർ പറഞ്ഞത് കേട്ടില്ലേ, അവർക്ക് നിലത്ത് നിൽക്കാൻ പോലും സമയമില്ല. ഇതിനൊക്കെ എപ്പോഴാ സമയം, എനിക്ക് പേടിയാകുന്നു എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, കൂട്ടുപ്രതി ഉണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നതെന്ന്. എല്ലാത്തിനും കളിയാണെന്ന് രാധിക പറയുമ്പോൾ വരുൺ വീണ്ടും പറയുന്നു, നമ്മൾ ചെറുപ്പമല്ലേ, അല്പം കളിയും കുസൃതിയൊക്കെ ആകാം. അവർ പറഞ്ഞത് കേട്ടില്ലേ, പെർഫെക്റ്റ് ജോഡികളാണെന്ന്. എനിക്ക് ഏതായാലും സന്തോഷമായി. എനിക്ക് ഒട്ടും സന്തോഷമില്ല, ഇനി എന്തൊക്കെയാണോ എന്തോ സംഭവിക്കാൻ പോകുന്നത് എന്ന് രാധിക ടെൻഷനോടെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കണിമംഗലം. പത്മിനിയാണെങ്കിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പത്മിനിയുടെ ഫോണിലേക്ക് ഒരു ഫോട്ടോസ് വന്നു. അത് വരുണും രാധികയും പിന്നെ ആ 2 പേരും ഒന്നിച്ച് നിന്ന ആ ഫോട്ടോസൊക്കെയാണ് വന്നിരിക്കുന്നത്. ആ ഫോട്ടോ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പത്മിനി. അപ്പോഴാണ് കൽപ്പന അവിടേക്ക് വരുന്നതും ആ ഫോട്ടോ കാണുന്നതും. ആഹാ, കൊള്ളാലോ അമ്മേ, അമ്മ മാത്രം കണ്ടാൽ പോരല്ലോ, അച്ഛനും കൂടി കാണണ്ടേ എന്ന് പറഞ്ഞ് ആ ഫോൺ പിടിച്ചു വാങ്ങി പരമേശ്വരനെ കാണിക്കാൻ കൽപ്പന കൊണ്ടുപോയിരിക്കുന്നു. വളരെ ടെൻഷനോടെ അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ പത്മിനി. ആ സമയത്ത് തന്നെ ഒരു ഓട്ടോയിൽ പ്രിയങ്ക അവിടേക്ക് വന്നു. മോളെന്താ തനിച്ച് വന്നത്, രാധിക എവിടെയെന്ന് പത്മിനി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ചേച്ചി ഏതെങ്കിലും അമ്പലത്തിൽ പോയാൽ അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. എനിക്കാണെങ്കിൽ നല്ല തലവേദന, അതുകൊണ്ട് ഞാനൊരു ഓട്ടോ പിടിച്ചിങ്ങ് വന്നു. നിങ്ങളെ കൂട്ടി വരാൻ ഞാൻ വരുണിനെ അയച്ചിരുന്നു, അവനെ കണ്ടില്ലേ എന്ന് പത്മിനി. വരുൺ അവിടെ വന്നിരുന്നോ, എന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ എന്ന് പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, അതെങ്ങനെയാ നിന്നെ വിളിക്കുന്നത്, വരുൺ വന്നത് ആ ഉദ്ദേശത്തിലല്ലല്ലോ, നീ ഒരു മണ്ടിയാണ്, നിന്നെ പറ്റിക്കാൻ എളുപ്പമാണ്. സ്റ്റേറ്റ്സിലുള്ള ശേഖർ അങ്കിളിനെ കുറിച്ചും ജയാൻറ്റിയെക്കുറിച്ചും അമ്മ പറഞ്ഞിട്ടില്ലേ എന്ന് കൽപ്പന പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു, ഉവ്, നമ്മൾ ബന്ധുക്കളല്ലേ. അതെ, കുറച്ച് മുന്നേ അവർ വരുണിനെ ഭാര്യയും ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടു എന്ന് കൽപ്പന പറയുമ്പോൾ എടുത്ത് എന്തൊക്കെയായി പറയുന്നതെന്ന് പ്രിയങ്ക. ഞാൻ പറയുന്നത് കള്ളമല്ല, സംശയമുണ്ടെങ്കിൽ അമ്മയോട് ചോദിച്ചു നോക്ക്. ഇനി അമ്മയ്ക്ക് കള്ളം പറയാനാണ് തീരുമാനമെങ്കിൽ പ്രിയങ്ക, നീ ഒരു ഫോട്ടോ കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോ കണ്ടതും ഞെട്ടി നിൽക്കുകയാണ് പ്രിയങ്ക. ഇത് ജയാൻ്റെ അമ്മയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തതാണ്. വരുണിനെയും ഭാര്യയും വഴിയിൽ വെച്ച് കണ്ടു, വരുണിന് ചേർന്ന നല്ല കുട്ടിയാണ് എന്നൊക്കെ. പ്രിയങ്ക, നിന്റെ ചേച്ചിയുണ്ടല്ലോ രാധിക,
അവളെ കുറ്റം പറയുന്നത് സാക്ഷാൽ കണ്ണന്റെ രാധയെ കുറ്റം പറയുന്നത് പോലെയാണല്ലോ. അതുകൊണ്ട് അവൾക്ക് എന്തും ചെയ്യാം, ആരും ഒന്നും പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയെന്ന് പറഞ്ഞ് പ്രിയങ്ക വിഷമത്തോടെ നിൽക്കുമ്പോൾ പത്മിനി പറയുന്നു, എനിക്കൊന്നും അറിയില്ല മോളെ. ജയ അയച്ച ഫോട്ടോ കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടിപ്പോയി. വരുൺ എന്നെ വിളിച്ചില്ല, പക്ഷേ ചേച്ചി അന്വേഷിച്ച് വന്നപ്പോൾ ചേച്ചിക്കെങ്കിലും എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ എന്ന് പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, വിളിക്കത്തില്ല. കാരണം പ്രിയങ്ക നേരത്തെ പോകേണ്ടതും വരുണിനോടൊപ്പം ഒന്നിച്ച് വരേണ്ടതും അവളുടെ ആവശ്യമായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ടാവുന്നതൊക്കെ ചെയ്തത്. കണിമംഗലത്തെ പെണ്ണുങ്ങൾക്ക് താലി ഭാഗ്യം അവശേഷിക്കണമെങ്കിൽ അവൾ ഇവിടുന്ന് പോയേ പറ്റൂ. ആ രാധിക അതിനൊരു തീരുമാനം എടുക്കേണ്ടത് അച്ഛനാണെന്ന് പറയുന്നു. അച്ഛൻ ആ സമയം അവിടെ എത്തി. അച്ഛാ, വരുണിനോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചേച്ചിയോടും ചെയ്തിട്ടില്ല. എന്നിട്ട് അവരെന്തിനാ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്? എനിക്ക് വീട്ടിൽ ഒരു അവകാശം ഇല്ലേ അച്ഛാ എന്നെ പ്രിയങ്ക പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട്, ചോദിക്കാം, അവരൊന്ന് തിരിച്ചെത്തട്ടെ, ഞാൻ തന്നെ ചോദിക്കാം. ആ സമയത്ത് തന്നെ രാധികയും വരുണും അവിടേക്ക് വരുന്നു. പ്രിയങ്കയും കൽപ്പനയും ഇപ്പോൾ അവിടേക്ക് പോകുന്നു. പിന്നാലെ തന്നെ പരമേശ്വരനും പത്മിനിയും പോകുന്നുണ്ട്. ഞാൻ ഡിക്കിന്ന് സാധനം എടുക്കാമെന്ന് പറഞ്ഞ് വരുൺ ഡിക്കിന്ന് സാധനം എടുക്കാനായി പോകാൻ തുടങ്ങുമ്പോൾ തന്നെ വരുൺ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ് പരമേശ്വരൻ. ഇങ്ങോട്ട് വാ എന്ന് പറയുന്നു. അച്ഛാ, ഈ പായസത്തിന്റെ കാലമൊക്കെ അകത്തിരിക്കുന്നു എന്ന് വരുൺ പറയുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, പിന്നെ എടുക്കാം, തൽക്കാലം രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. രണ്ടുപേരും അടയ്ക്ക് വന്നു. ഈ നിൽക്കുന്നതിൽ ആരാണ് നിന്റെ ഭാര്യ എന്ന് ദേഷ്യത്തോട് തന്നെ പരമേശ്വരൻ ചോദിക്കുന്നു. അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ എന്ന് പത്മിനി പറയുമ്പോൾ വരുൺ പറയുന്നു, കേട്ടു, പക്ഷെ അതിന്റെ കാരണം മനസ്സിലായില്ല എന്ന് വരുൺ പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, കാരണം ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന്. ഈ വീടിന് പുറത്തുള്ളവരോട് പ്രിയങ്കയാണ് നിന്റെ ഭാര്യ എന്നാണോ അതോ രാധികയാണ് നിന്റെ ഭാര്യ എന്നാണോ പറഞ്ഞിരിക്കുന്നത്? മതി ഏട്ടത്തി, അപവാദങ്ങൾ പറയാൻ ഏട്ടത്തേക്കാൾ മിടുക്ക് മറ്റാർക്കും ഇവിടെ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് വരുൺ. ശേഖർ അങ്കിളെയും ജയ ആന്റിയും ഹോട്ടലിൽ വെച്ച് നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യം അപവാദമാണോ? അവർ രണ്ടുപേരും നിങ്ങളുടെ ഒപ്പം ഫോട്ടോ എടുത്തോ എന്നുള്ളത് അപവാദമാണോ? അമ്മയുടെ ഫോണിലേക്ക് ജയ ആന്റി അയച്ചു കൊടുത്ത ഈ ഫോട്ടോ അപവാദമാണോ അതോ സത്യമാണോ എന്ന് കൽപ്പന ചോദിക്കുന്നു. ആ ഫോട്ടോ അവരെ കാണിക്കുകയും ചെയ്യുന്നു. ആ ഫോട്ടോ കണ്ട് രണ്ടുപേരും വളരെ ടെൻഷനോടെ നിൽക്കുന്നു. അതച്ചാ, വണ്ടി ഓടിക്കുമ്പോൾ എനിക്കൊന്ന് തല കറങ്ങി, അതാ ഹോട്ടലിലേക്ക് കയറിയത്. പിന്നെ ജയാന്റിയും ശേഖരങ്ങളും എങ്ങനെ തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു എന്ന് വരുൺ പറയുമ്പോൾ കൽപ്പന പറയുന്നു, അവർ ചോദിച്ചപ്പോൾ രാധിക നിന്റെ ഭാര്യ അല്ലെന്ന് നീ പറഞ്ഞോ? ഇവന്റെ ഭാര്യ അല്ലെന്ന് നീ പറഞ്ഞോ? ഇല്ലല്ലോ എന്ന് രാധികയോടും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആരാണ് ഈ അബദ്ധം ആഘോഷിച്ചത്? അതും കൂടി അച്ഛനോട് പറഞ്ഞു കൊടുക്കുക എന്ന് കൽപ്പന പ്രിയങ്ക അവിടേക്ക് വന്നിട്ട് രാധികയോട് പറയുന്നുണ്ട്, എന്നെയും ചേച്ചിയും കൂട്ടി വരാൻ അമ്മ അയച്ചതല്ലേ? അപ്പോൾ വരുണിന് എന്നെ ഒന്ന് വിളിക്കാറുന്നല്ലോ, ചേച്ചിക്ക് എന്നെ ഒന്ന് വിളിക്കാറുന്നല്ലോ, ഞാൻ എവിടെ എത്തിയെന്ന് ചോദിക്കാറുന്നല്ലോ. എന്തിനാ എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഇവിടെ ജീവിക്കുന്നതല്ലേ എന്നൊക്കെ പ്രിയങ്ക പറയുന്നു. അച്ഛൻ ഒരു തീരുമാനം എടുത്തോ? ഇവിടെ അപമാനിക്കപ്പെടാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ അച്ഛൻ്റെ ഒരു വാക്ക് മതി എന്ന് പ്രിയങ്ക പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട്, ഇറങ്ങിപ്പോകേണ്ടത് പ്രിയങ്ക മോളല്ല വരുൺ. ഈ കുടുംബത്തിനകത്ത് ഒരു അസ്വസ്ഥത ഉണ്ടാകാൻ എനിക്ക് ആഗ്രഹമില്ല. സംഭവിച്ചത് സംഭവിച്ചു, എങ്കിലും അത് തിരുത്തിയല്ലേ പറ്റൂ. അതുകൊണ്ട് രാധിക ഇനി കണിമംഗലത്ത് നിൽക്കണ്ട. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വരുൺ. അപവാദങ്ങൾ ഉണ്ടാകുന്നത് ആർക്കും നല്ലതല്ല. എല്ലാവർക്കും അവരവരുടെ ഭാവി ഉള്ളതാണ്. രാധിക മോളുടെ ഭാവിയും കൂടി കണക്കിലെടുത്താണ് ഞാനിത് പറയുന്നത്. ഇനി ഈ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ലെന്നും അദ്ദേഹം പറയുന്നു. എന്നിട്ട് പരമേശ്വരൻ അകത്തേക്ക് പോകുന്നു. കൽപ്പനയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നു. അമ്മയെ സത്യത്തിൽ എന്ന് പറഞ്ഞ് വരുൺ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ പത്മിനി പറയുന്നു, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, അതനുസരിച്ചാൽ മതി. രാധികയോട് പത്മിനി പറയുന്നു, മോളെ കണ്ട അന്ന് മുതൽ മനസ്സിൽ നീ ഒരു നല്ല കുട്ടിയാണ്. ഈ കാര്യത്തിൽ എന്നല്ല മറ്റൊരു കാര്യത്തിലും നിന്നെക്കുറിച്ച് ഒരു തെറ്റായ കാര്യം കേൾക്കാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ല. സൂര്യയുടെ ചികിത്സ തീരുന്നതുവരെ നീ ഇവിടെ വേണമായിരുന്നു എന്നായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം. പക്ഷേ അതിന് ഭാഗ്യമില്ലല്ലോ. സൂര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതിനുവേണ്ടി ആരെയും ചുമതലപ്പെടുത്തണ്ട. ഈ രാധിക ഇവിടുന്ന് പോയേ പറ്റൂ എന്ന് കൽപ്പന. ഏട്ടത്തി എന്ന ദേഷ്യത്തോടെ വരുൺ പറയുമ്പോൾ, കിടന്ന് ചാടാറച്ചക്ക, ഇതിനു മുമ്പ് എന്നെ ആരെങ്കിലും വഴക്ക് പറയുമ്പോഴോ ക്രൂശിക്കുമ്പോഴോ കണിമംഗലത്തെല്ലാം ന്യായമാണ് നടക്കാറുള്ളത് എന്ന് നീ പറയാറുള്ളതല്ലേ? ഇതും ന്യായമാണെന്ന് നീ അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇവളുടെ അടുത്തുനിന്ന് മാറി നീ പ്രിയങ്കയുടെ അടുത്ത് നിൽക്കാൻ നോക്ക്. ഇതാണ് നിന്റെ ഭാര്യ. ഇവളെ ഒപ്പം കൂട്ടി നടന്നാൽ അതിന്റെ പേര് വേറെയാകും, മനസ്സിലായോടാ എന്നൊക്കെ കൽപ്പന പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ കൽപ്പനയെ നോക്കുകയാണ് വരുൺ. രാധിക വിഷമത്തോടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ്. മാലിനി അവിടേക്ക് വന്ന് ഐശ്വര്യയോട് ചോദിക്കുന്നുണ്ട്, മേഡം ഒരുപാട് നേരമായല്ലോ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ചില കണക്കുകൂട്ടലുകൾ നടത്തുകയായിരുന്നു മാലിനി. മുൻപൊരിക്കൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ ശ്യാമിയുടെ മകൾ തിരിച്ചു വന്നാൽ ശ്യാമിയുടെ സ്വത്തിന്റെ അവകാശിയാകുന്നതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന്. അന്ന് അവർ പറഞ്ഞത് വരുന്ന പെൺകുട്ടി ശ്യാമയുടെ മകളാണെന്ന് തെളിയിക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കുമെന്നാണ്. ഒരു പക്ഷേ ഒരു DNA ടെസ്റ്റ് തന്നെ വേണ്ടിവരും എന്നാണ്.
ഒരു ദുരൂഹ സാഹചര്യത്തിൽ അങ്ങനെ ഒരുത്തി വന്നെത്തിയാൽ പോലും അവളെ ഇല്ലാതാക്കാൻ അത്രയും സമയം മതിയോ? പക്ഷേ ഇത് അവൾ ശ്യാമയുടെ മകളാണെന്ന് തെളിയിക്കാൻ ഒരു കോടതിയുടെയും ആവശ്യമില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ ആരും വിധി എഴുതില്ല ഇത് ശ്യാമയുടെ മകളാണെന്ന്. മാലിനി പറയുന്നു, മേഡം ഇത്രയും നാൾ ഞാൻ വളരെ സിൻസിയറായിട്ടാണ് മേഡത്തിൻ്റെ ഒപ്പം നിന്നത്. ഇനിയും അങ്ങനെയായിരിക്കും. മേഡം പറയും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി കളിക്കേണ്ടത് കൈവിട്ട കളിയാണ്. എൻ്റെ മുന്നിൽ 2 ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ ഇതുവരെ അനുഭവിച്ചതെല്ലാം നഷ്ടപ്പെടുത്തി ഒന്നുമില്ലാത്തവളായി തെരുവിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ശ്യാമയുടെ മകളെ ഇല്ലാണ്ടാക്കി എല്ലാത്തിൻ്റെയും ഉടമയാകണം എന്നും ഐശ്വര്യ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.